കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവ മക്കളുടെ ദൈവദാസന്മാരുടെ സമക്ഷം നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനൊരു സാക്ഷിയാകുക സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ നവീൻ വർഗീസ് അവരുകൾ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടും കുടുംബത്തോടും ആ സഭയോടും സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട ഭവനം, പ്രിയ പത്രോസ് ചായന, പ്രിയ ആൻറ്റി, അവരുടെ മക്കളൊക്കെ ചേർന്ന് പാട്ട് പാടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. അവരുടെ ഒരു ഉത്സാഹമാണല്ലോ ഈ കൺവെൻഷൻ്റെ പ്രധാന കാരണം. ആ കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഈ കുടുംബത്തിൽ ഒരു ദിവസം വിശ്രമിക്കുവാൻ, ഈ സഭയിലെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് വിശ്രമിക്കുവാൻ അവസരം കിട്ടിയതും അവരുടെ കൂടെ സമയം ചെലവിട്ടതും ഒക്കെ ഞാൻ ഓർക്കുന്നു. ദൈവമായ കർത്താവ് ഈ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രതികാല ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ജോസഫ് അവരുകൾ, പാസ്റ്റർ ബാബു അവരുകൾ, ഇങ്ങനെ പല ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ കടന്നു വന്ന ദൈവമക്കൾക്കായും ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥന ഞങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. എനിക്കും എൻ്റെ പ്രിയ ഭാര്യയ്ക്കും ഞങ്ങളുടെ ആത്മീയപുത്രനായ പ്രിയ ബ്ലസ്സിനോടൊപ്പം ഇവിടെ എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഈ കോലഞ്ചേരിയിലെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പേരും മറന്നു, കുര്യാച്ചൻ സഹോദരൻ കടന്നു വന്നപ്പോൾ, വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ മുഖപരിചയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ അപ്പോഴാണ് വാസ്തവത്തിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് അതെ പ്രിയ ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്നാണ് വാസ്തവം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായത്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലായത്. അപ്പോൾ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരെയും കർത്താവ് അവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ. കാണാതെ പോലും പ്രാർത്ഥിക്കുന്ന, അറിയാതെ പോലും പ്രാർത്ഥിക്കുന്ന അനേകരെ ദൈവം ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ വളരെ നന്ദി പറയുകയാണ്. തുടർന്നും പ്രാർത്ഥിക്കണമേ. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, വടക്കേ ഇന്ത്യക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഇടവില്ലാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ള സമയം ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ നീണ്ട മുഖവരകൾ ഒന്നും കൂടാതെ തന്നെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു തന്നതായിരിക്കുന്ന ആ വചന ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം, അതിൻ്റെ 37 മുതൽ 42 വരെയുള്ള വാക്യഭാഗങ്ങൾ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 37 മുതൽ 42 വരെയുള്ള വാക്യഭാഗങ്ങൾ. വായിച്ചു. മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിനിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും.
നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, ഇന്ന് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അങ്ങയുടെ സന്നിധിയിലാണ്. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കിന്ന് കേൾക്കേണ്ടത് അവിടുത്തെ ശബ്ദമാണ്. ഞങ്ങൾക്ക് വേണ്ടത് അവിടുത്തെ സ്പർശനമാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യം അവിടുത്തെ തലോടലാണ്. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന അങ്ങയുടെ മക്കളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം മുറിവ് കെട്ടുന്നതാണല്ലോ. അങ്ങയുടെ വചനം ആശ്വസിപ്പിക്കുന്നതാണല്ലോ. അങ്ങയുടെ വചനം സൗഖ്യമാക്കുന്നതാണല്ലോ. അങ്ങയുടെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെ ഞങ്ങളെ കർത്താവേ സ്തോത്രം അതെ തകർത്ത് പണിയുന്നതാണല്ലോ. സ്വർഗത്തിലെ പിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഈ ശബ്ദപരിധിയിൽ അവിടുത്തെ വചനം ശ്രദ്ധിക്കുന്ന അങ്ങയുടെ മക്കളെ കടാക്ഷിച്ച് ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ്. പ്രാർത്ഥന കേൾക്കുന്നുകൊണ്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ വചനഭാഗത്തിൽ നിന്ന് ചില പ്രയോഗങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് നിങ്ങളുമായി പങ്കിടണമെന്ന് പരിശുദ്ധാത്മാവിനെ ഉണർത്തിച്ചതായ ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ നിന്ന് എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ പ്രതിപാദിക്കുന്ന പ്രധാന വിഷയം യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചാണ്. യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് അത് നമ്മുടെ ക്രിസ്തീയ പ്രത്യാശയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ ക്രിസ്ത്യാനികളെയും സംബന്ധിച്ച് അവരുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് യേശു മടങ്ങി വരും എന്നുള്ളത്. എന്നാൽ നമുക്ക് ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഇതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നതിലുപരി ഇത് എൻ്റെ പ്രതീക്ഷയുടെ വിഷയമാണ്, എൻ്റെ കാത്തിരിപ്പാണോ അത് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. വിശ്വസിച്ചതുകൊണ്ടോ യേശു വരും എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും യേശു വരുമ്പോൾ പോകണം എന്നില്ല. കർത്താവ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞത് ഈ 10 കന്യകമാരുടെ ഉദാഹരണമാണ്. ഈ 10 കന്യകമാർക്കും മണവാളൻ വരുമെന്ന് 100% നിശ്ചയമുണ്ടായിരുന്നു. അവരാരെ എടുത്ത് ചോദിച്ചാലും അവർക്ക് അക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. ഈ 10 പേരോടും ചോദിച്ചാൽ 10 പേരും പറയും ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. ആ കാര്യത്തിലും അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. അവർ വാസ്തവം പറഞ്ഞെന്നാൽ ഇവരെ കണ്ടാലും ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം നന്നായി വസ്ത്രം ധരിച്ച്, വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച്, നന്നായി തല ഒക്കെ അണിയിച്ച് വളരെ മനോഹരമായി അവർ ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ്. ഈ 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ട്, അതിനും കുറവൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നമ്മൾ പുറമേ നോക്കിയാൽ ഇവരെല്ലാ തരത്തിലും ഒരുങ്ങിയിരിക്കുന്നവരാണെന്നേ ആരും പറയൂ. അവരും അങ്ങനെ തന്നെയാണ് കരുതിയതും ചിന്തിച്ചതും വിശ്വസിച്ചതും. എന്നാൽ സമയം വന്നപ്പോൾ അവരുടെ വിശ്വാസം തെറ്റായിപ്പോയി. അതിൽ 5 പേരെ സംബന്ധിച്ചു. കാരണം ഈ വിശ്വാസം തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവരുടെ കണക്കൂട്ടൽ തെറ്റി. അവർ വിചാരിച്ചതുപോലെയോ വിശ്വസിച്ചതുപോലെയോ അല്ല സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് അവരെ ബുദ്ധിയില്ലാത്തവരായി കർത്താവ് കണക്കാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു വിഷയം എന്ന് ചോദിച്ചാൽ പുറമേ ഒന്നും ആയിരുന്നില്ല വിഷയം. വിഷയം അകത്തായിരുന്നു. വിളക്കുണ്ടായിരുന്നു, പക്ഷേ വിളക്കിനകത്ത് എണ്ണ തീർന്നതിനെ കുറിച്ച് അവർ ഗൗരവമായി എടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ ഓർക്കണം, പ്രശ്നങ്ങളെല്ലാം പുറത്തായിരിക്കണം നിർബന്ധമില്ല. പുറത്തുള്ള പ്രശ്നങ്ങളെ വേഗം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, തിരിച്ചറിയാനായിട്ട് പറ്റും. പുറത്തുള്ള നമ്മുടെ കുറവുകൾ എല്ലാവർക്കും അത് കാണുന്നതായതുകൊണ്ട് മറ്റുള്ളവരും ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു എന്ന് വരാം. എന്നാൽ ശരിക്കും നമ്മളെ അബദ്ധത്തിലാക്കുന്ന, നമ്മളെയൊക്കെ വെട്ടിലാക്കുന്ന വിഷയം കിടക്കുന്നതെല്ലാം നമ്മുടെ അകത്താണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമുക്കൊരു സ്വയശോധന അത്യാവശ്യമാണ്, സ്വയ പരിശോധന അത്യാവശ്യമാണ്.
അവിടെ യേശു ക്രിസ്തു വരുമെന്നുള്ള വിശ്വാസം മാത്രം പോരാ, നമുക്കത് നമ്മുടെ പ്രതീക്ഷയായി മാറണം. അത് നമ്മുടെ കാത്തിരിപ്പായിട്ട് മാറണം. അങ്ങനെ കാത്തിരിപ്പായിട്ട് മാറുമ്പോൾ കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ ഞാൻ പോകണമെന്നുള്ളതിന് നിർബന്ധമായും നമുക്ക് തീരുമാനമുണ്ടായിരിക്കണം. പ്രൈസ് അത് മാത്രമല്ല, ഞാൻ പോകുമെന്നുള്ളത് നാം ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടി. പ്രൈസ് അതുകൊണ്ട് യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം പ്രിയപ്പെട്ടവരെ, നമുക്കത് ഉറപ്പാക്കിക്കൊള്ളണം എന്നത് നാം കരുതിക്കൊള്ളേണ്ടതായ വിഷയമാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, അതിന്റെ 37 വാക്യത്തിനകത്ത് നാം ഇങ്ങനെയൊക്കെ വായിക്കുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും എന്ന് കാണുന്നു. ഇവിടെ കർത്താവ് തന്നെ പറയുന്നതും മനുഷ്യപുത്രൻ എന്നാണ് പറയുന്നത്. ആ ഒരു പ്രയോഗം എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു പ്രയോഗമാണ്. യേശു തന്നെ പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. പ്രൈസ്. വാസ്തവത്തിൽ ദൈവമായിരിക്കുന്നവൻ ഇവിടെ തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ആരാണ്? ഞാൻ മനുഷ്യപുത്രനാണ്. കാരണം താൻ മനുഷ്യ ജന്മം എടുത്തത് കൊണ്ട്, ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് താൻ തന്നെ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ വാസ്തവമായിട്ടും താൻ നമ്മോട് ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തലത്തിലേക്ക് അവൻ താണ് ഇറങ്ങി വരികയാണ്. നമ്മുടെ ഓരോരുത്തരെയും അടുത്തേക്ക് അവൻ കടന്നു വരികയാണ്. നമ്മളിൽ ഒരുവനായി നിന്നുകൊണ്ട് താൻ നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യന്റെ ആഗ്രഹവും മനുഷ്യന്റെ താല്പര്യവും സ്വപ്നവും ഒക്കെ ഉയർന്നു പോകുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഒരു അല്പം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ താഴെയുള്ളതായ ആളുകളോട് സഹകരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, മിണ്ടാൻ പോലും ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഇടപെടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് താഴേട്ട് വരാനല്ല നമുക്ക് താല്പര്യം, നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും താല്പര്യമുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉയർച്ചയുടെ സ്വഭാവം, ഈ അഹങ്കാരത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് പൈശാചികമാണ്. അത് മനുഷ്യൻ പാപത്തിൽ വീണതിന്റെ പരിണത ഫലമായി അവളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലിനതയുടെ സ്വഭാവമാണ്. അതൊരു നല്ല സ്വഭാവമല്ല വാസ്തവത്തിൽ. എന്നാൽ ഇത് എന്നിലും നമ്മളിലും ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഞാൻ അങ്ങനെ ഒരുവനാണോ? അങ്ങനെയുള്ള സ്വഭാവങ്ങൾ എന്നെ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്നത് നാം നമ്മളോട് ചോദിക്കണം. ദൈവം നമ്മളെ താണ അവസ്ഥയിൽ നിന്നൊക്കെ ഈ സമൂഹത്തിൽ ചിലപ്പോൾ ദൈവം നമ്മളെ ഉയർത്തിയിട്ടുണ്ടായിരിക്കാം, സാമ്പത്തിക നിലവാരത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരിക്കാം, വിദ്യാഭ്യാസത്തിൽ നമ്മളെ ഉയർത്തിയിട്ടുണ്ടായിരിക്കാം, കുടുംബ പശ്ചാത്തലം വാസ്തവത്തിൽ നമ്മളെയൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. ഇന്ന് പണ്ടത്തെ അവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മക്കളൊക്കെ വളർന്ന് നല്ല നല്ല നിലവാരത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ നിലവാരമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ മാറിയപ്പോൾ വാസ്തവമായിട്ടും നമുക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് അഹങ്കാരം വന്നിട്ടുണ്ടോ? ഉയർച്ചയുടെ മനോഭാവം വന്നിട്ടുണ്ടോ? നമ്മൾ ആരോ ആയി, എന്തോ ആയി എന്നുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? നമുക്ക് അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർക്കണം, ഇത് പറന്നു പോകാൻ തടസ്സമായിരിക്കും, കാഹളം കേൾക്കുവാൻ തടസ്സമായിരിക്കും. ഇത് ആത്മീയമായ നമ്മുടെ കർണങ്ങളെ അടച്ചു കളയുന്നതാണ്. സ്തോത്രം. ആത്മീയമായ നമ്മുടെ കണ്ണുകളെ അതേ കുരുടാക്കുന്നതാണ്. അത് ദൈവത്തിന് ശബ്ദം കേൾക്കുന്നതിന് നമ്മളെ തടയുന്നതാണ്. നമുക്ക് അതിൽ നിന്നൊരു മോചനം കൂടിയേ തീരൂ. ദൈവത്തിന് സ്തോത്രം. കാരണം കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. എങ്ങനെയാണ് താൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ പോകുന്നത്? ഭാരം ചുമക്കുന്ന എല്ലാവരെയും താൻ വിളിക്കുക. അതിനകത്ത് ആരെയും
താൻ ഒഴിച്ചു നിർത്തിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരം ചുമക്കുന്നു എങ്കിൽ, ഭാരം ചുമന്ന് തളരുന്നു എങ്കിൽ, നിരാശപ്പെടുന്നു എങ്കിൽ, കുഴയുന്നു എങ്കിൽ, കർത്താവ് പറയാ, എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ആശ്വസിപ്പിക്കാം. എന്നാൽ എങ്ങനെയാണ് താൻ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ അടുത്ത വാക്യം 29 മത്തായിയുടെ സുവിശേഷം 11:29 പറയുകയാണ്, സ്തോത്രം, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ നിങ്ങൾ എൻ്റെ നുകം ഏറ്റ് എന്നോട് പഠിപ്പീൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. അപ്പോൾ ഇവിടെ ആശ്വാസം കർത്താവ് തരുന്നത് താൻ ഒരു മാജിഷ്യനെ പോലെ ഇവിടെ നിന്നുകൊണ്ട് ഇന്നാ പിടിച്ചോ, കൈ നീട്ടിയിട്ട് നിനക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒന്നല്ല കർത്താവ് തരുന്ന ആശ്വാസം. കർത്താവ് തരുന്ന ആശ്വാസം, പ്രൈസ് ദി ലോർഡ്, കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിൽ നിന്ന് പഠിക്കുന്നതിനാൽ ലഭിക്കുന്ന ആശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്, കർത്താവിൽ നിന്ന് പഠിക്കുന്നതിനാൽ ലഭിക്കുന്നതായ ആശ്വാസം. എനിക്കത് വിശദീകരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരാണ്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്, കർത്താവ് ദൈവം സൗമ്യതയും താഴ്മയും ഉള്ളവനാണെന്നുള്ളതിന്റെ പരിപൂർണമായ തെളിവാണ് പാപികളായി, ശ്രാപഗ്രസ്തരായി, നരകയോഗ്യരായി, കോപത്തിന്റെ മക്കളായി തീർന്നതായ നമ്മെ തേടി ആ വിശുദ്ധനായ ദൈവം, സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന ദൈവം, സകലത്തെയും ഉളവാക്കിയവനായ ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ഒരു മനുഷ്യനായി എന്റെ അരികിലേക്ക്, നിങ്ങളുടെ അരികിലേക്ക്, നമ്മുടെ താഴെ അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങി വന്നത് അവന്റെ താഴ്മയെ വെളിവാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ താഴ്മയുള്ളവൻ, സൗമ്യതയുള്ളവൻ, നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നവൻ നമ്മളിൽ ഒരുവനായി തീർന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ മനുഷ്യപുത്രനാണ്. ദൈവത്തിന് സ്തോത്രം. വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അത് യേശുവിന്റെ സ്വഭാവം, അത് താഴ്മയുടെയും സൗമ്യതയുടെയും ആകത്തുകയാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അവനോടൊപ്പം പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവനോടൊപ്പം വാഴണമെന്ന് ആഗ്രഹിക്കുന്നവർ അവനെ പോലെ ആയിത്തീരാൻ വിളിക്കപ്പെട്ടവരാണെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ വസിക്കണമായിരുന്നെങ്കിൽ യേശുവിന് നമ്മെ പോലെ ആകണമായിരുന്നു, എങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ നമ്മളിൽ ഒരുവനെ പോലെ ആയി. അതുകൊണ്ട് അന്ന് ജീവിച്ചിരുന്നവർക്കൊക്കെ യേശുവിനെ തൊടാമായിരുന്നു, തൊട്ടവർക്കൊക്കെ സൗഖ്യം ഉണ്ടായെന്ന് വചനം പറയുന്നുണ്ട്, അല്ലെ? എത്രയോ ആളുകൾ യേശുവിനെ തൊട്ടു, എത്രയോ ആളുകൾ തൊട്ടതിനാൽ സൗഖ്യം പ്രാപിച്ചു. എല്ലാവർക്കും തൊടാമായിരുന്നു. തൊടുന്നതിൽ നിന്ന് യേശു ആരെയും മാറ്റി നിർത്തിയില്ല. അന്നത്തെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യനെ തൊടുന്നതിന് ചിലർക്കൊക്കെ വിലക്കുകളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കുഷ്ഠരോഗിക്ക് ഒരിക്കലും തൊടാനായിട്ട് പറ്റുമായിരുന്നില്ല. കുഷ്ഠരോഗിയെ അശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്നു. കാരണം ആ രോഗം പകരുന്നതായിരുന്നത് കൊണ്ട്, ആ രോഗത്തോടുള്ള വെറുപ്പ് കാരണം ആ രോഗിയെ കൂടെ സമൂഹം നിർത്തിയിരുന്നു. അതുകൊണ്ട് അവൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് അവനെ അകറ്റി നിർത്തിയിരുന്നു. അശുദ്ധരായിരിക്കുന്നവർക്ക് ഒരിക്കൽ പോലും സാധാരണ ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് തൊടുന്ന കാര്യം, അല്ലേ? വരാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അങ്ങനെയുള്ള കുഷ്ഠരോഗിക്കും യേശു ഒരിക്കലും പ്രൈസ് ദൂരസ്ഥനായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ കുഷ്ഠരോഗിക്കും യേശുവിന്റെ അടുക്കൽ വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് കുഷ്ഠരോഗികൾക്ക് ബോധ്യവുമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തൊട്ടിട്ട് കാരണം ബാക്കിയുള്ളവരെ ആരെങ്കിലും കുഷ്ഠരോഗി തൊട്ടാൽ അശുദ്ധനായി പോകും, അവനും കൂടെ അശുദ്ധനായി തീരത്തേ ഉള്ളൂ, അവനും കൂടെ സമൂഹത്തിന് പുറത്താകത്തേ ഉള്ളൂ. എന്നാൽ യേശുവിനെ അശുദ്ധൻ തൊട്ടപ്പോൾ വിശുദ്ധനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സമൂഹത്തിന് പുറത്താക്കപ്പെട്ടവൻ തൊട്ടപ്പോൾ അവൻ അകത്തായി. പ്രൈസ് ദി ലോർഡ്. അപമാനിതൻ തൊട്ടപ്പോൾ അവൻ മാന്യനായി. പ്രൈസ് ദി ലോർഡ്. രോഗി തൊട്ടപ്പോൾ അവൻ സൗഖ്യമായി.
കാരണം യേശു അവൻ ആരാണ്? അവൻ മനുഷ്യനായി വെളിപ്പെട്ടെങ്കിലും അവൻ മനുഷ്യനായി വെളിപ്പെട്ട സർവശക്തനായ ദൈവമാണ്. അവനെ തൊട്ടവർക്ക് ജീവൻ പകരുന്ന ജീവന്റെ ഉറവിടമാണ് അവൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, യേശുവിനെ തൊടുവാനുള്ള അവകാശവും അധികാരവും സകലർക്കുമുണ്ട്. അവൻ ആരെയും മാറ്റി നിർത്തുന്നില്ല. യേശു സകലർക്കുമുള്ള അവകാശമാണ്. അവന്റെ അടുക്കിലേക്ക് ആർക്കും വരാം. സമൂഹത്തിന്റെ നിയമങ്ങൾ ചിലരെ മാറ്റി നിർത്തുന്നുണ്ടാവാം, പക്ഷെ യേശു ആരെയും മാറ്റി നിർത്തുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ എല്ലാവരുടെയും അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മിൽ ഒരുവനായി അവൻ തീർന്നത് കൊണ്ടാണ് നമുക്കവനെ ആസ്വദിക്കാൻ കഴിഞ്ഞത്, നമുക്കവനെ തൊടുവാൻ കഴിഞ്ഞത്, നമുക്കവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മോടൊപ്പം യേശു വസിക്കാൻ കഴിഞ്ഞത് നമ്മൾ ഒരുവനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇനി പ്രൈസ് ദി ലോർഡ്, നമുക്ക് വസിക്കേണ്ടത് അവനോടൊപ്പമാണ്. യേശു മടങ്ങി വരുമ്പോ അവൻ എന്തിനാ മടങ്ങി വരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് പ്രയോജനം കേട്ടോ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് സ്ഥലം? എങ്ങനെയുള്ള സ്ഥലം? പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ നൂറ്റാണ്ടുകളായി സ്വപ്നം കാണുന്ന സ്ഥലം. മനുഷ്യൻ നൂറ്റാണ്ടുകളായി അവൻ ആഗ്രഹിക്കുന്നതും അവൻ ശ്രമിക്കുന്നതും എല്ലാം മരണമില്ലാത്ത, രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ഈ അടിപിടിയും ശണ്ടയും വഴക്കും ഒന്നുമില്ലാത്ത സമാധാനപൂർണമായ, ഐശ്വര്യപൂർണമായ, സന്തോഷപൂർണമായ, അനുഗ്രഹ സമ്പൂർണമായ ഒരിടമാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനെ അങ്ങനെ ഒരു ഇടമാക്കി ഈ ഭൂമിയെ മാറ്റിയെടുക്കാമോ എന്നാണ് ശാസ്ത്രത്തിന്റെ അന്വേഷണം മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ കൊണ്ട് സാധിക്കാൻ പോകുന്ന കാര്യമല്ല. കുറെയൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ പിടിച്ച് കുറച്ചൊക്കെ നമ്മൾ സാധിച്ചെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെങ്കിൽ ഇതൊന്നും സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം മരണത്തിന് ഒരു പ്രതിവിധി കണ്ടുപിടിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രോഗങ്ങളെ നിശേഷം ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. കഷ്ടങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഉള്ളിലുള്ള വെറുപ്പിന് ഇതുവരെ ഒരു ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് ലോകം കഷ്ടസമ്പൂർണമാണ്. അവന്റെ തന്നെ അസൂയ കൊണ്ടും അവന്റെ തന്നെ മത്സര സ്വഭാവം കൊണ്ടും അവന്റെ തന്നെ ഈഗോ കൊണ്ടും അവന്റെ അഹങ്കാരം കൊണ്ടും ഒക്കെ മനുഷ്യൻ തന്നെ ഇതിനെ നാൾക്ക് നാൾ നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗമാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ആയിക്കൊണ്ടിരിക്കുന്നത് നരകമായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യൻ തിരയുന്ന, മനുഷ്യനാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമ്പൂർണമായ ഐശ്വര്യത്തിന്റെ, സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ, മരണമില്ലാത്ത നിത്യതയുടെ ജീവന്റെ നാടായി അങ്ങനെ ഒരു സ്ഥലം ഒരുക്കുവാൻ, അതാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ വരും. ഞാൻ വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനോടൊപ്പം, യേശു ഇരിക്കുന്ന ഇടത്ത് യേശുവിനോടൊപ്പം നമുക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും വിഭാവന ചെയ്യാൻ പറ്റത്തില്ലാത്ത അത്രമാത്രം സൗന്ദര്യപൂർണതയുള്ള, ഐശ്വര്യപൂർണതയുള്ള, സമാധാനപൂർണതയുള്ള, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന ആ സ്വർഗനാട്ടിൽ എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മെ ചേർക്കുവാൻ വേണ്ടി യേശു വരുമ്പോൾ നാം അവനോടുകൂടെ ജീവിക്കേണ്ടവരാകയാൽ നാം അവനെ പോലെ ആകേണ്ടതുണ്ട്. ഇവിടെ യേശു നമ്മെ പോലെയായി നമ്മളോട് കൂടെ ജീവിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരം അവൻ വരുത്തി. പ്രൈസ് ദി ലോർഡ്. അവനോടുകൂടെ ജീവിക്കേണ്ടതിന് നമ്മെ യോഗ്യരാക്കി തീർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശുവിനോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെ പോലെ ആവണം? യേശുവെ പോലെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ ഇത്രമാത്രം സന്തോഷിക്കുന്നത്. കാരണം യേശു കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതെ, ഫിലിപ്പിയ ലേഖനം
3-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള ആ വിശ്വാസികളോട് പറയുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാൻ നമുക്ക്. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിച്ച്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കുണ്ടാകുന്ന, വിശ്വസിക്കുന്ന ഏവർക്കും ഉണ്ടാകുന്ന ഒരനുഭവമാണ്. അവർക്കൊരു വീണ്ടും ജനനാനുഭവം കിട്ടുന്നു എന്നുള്ളത്. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അല്ലെ, ഏവർക്കും, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ഈ പ്രയോഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവം മനുഷ്യനെ മനുഷ്യനായി കാണും. ദൈവം മനുഷ്യനെ ഒരു ജാതിയുടെ പേരിലല്ല കാണുന്നത്, ഒരു ഭാഷയുടെ പേരിലല്ല കാണുന്നത്, ഒരു മതത്തിന്റെ പേരിലല്ല കാണുന്നത്. ദൈവം മനുഷ്യനെ താൻ സൃഷ്ടിച്ച മനുഷ്യനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മനുഷ്യകുലത്തിലുള്ള എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം തുല്യമാണ്. എല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ ലഭിക്കുന്ന പരിഗണന ഒരുപോലെയാണ്. ദൈവസന്നിധിയിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരം ഒരുപോലെയാണ്. അതുകൊണ്ട് യേശുവിനെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയപ്പോൾ ദൈവം സകലർക്കും വേണ്ടിയിട്ടാണ് തന്നത്, അല്ലാതെ ഒരു കൂട്ടർക്ക് വേണ്ടി അല്ല. അതുകൊണ്ട് യേശു സകലരുടെയും അവകാശമാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സകല ജാതികളെയും മതപരിവർത്തനം ചെയ്യാനല്ല, സകല ജാതികളുടെയും അവകാശം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. സകല ജാതികൾക്കുമുള്ള സൗഭാഗ്യം പ്രൈസ് ദി ലോർഡ് അവർ കരസ്ഥമാക്കേണ്ടതിന് വേണ്ടിയാണ്. കാരണം ഇതൊരു മതമേ അല്ല, മതങ്ങളെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് അവന്റെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി ദൈവം തന്നെ ഈ ലോകത്തിൽ മനുഷ്യനെ തേടി വന്ന് അവന്റെ രക്ഷകനായി തീർന്നു. അവനാണ് യേശു ക്രിസ്തു. അത് സകലർക്കുമുള്ള അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരാകാൻ കഴിയുന്നു? അവിടെ എഴുതിയിരിക്കുകയാണ്, ഏവർക്കും ദൈവ മക്കളാകുവാൻ. അല്ലേ, നമ്മൾ മനുഷ്യ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമുക്കൊരു ചാൻസ് തരികയാണ്, നമുക്കൊരു ഓഫർ തരികയാണ്. നമുക്കിവിടെ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു നല്ല ഭാഗ്യം വെച്ച് നീട്ടുകയാണ്. എന്താണെന്നറിയാമോ? മനുഷ്യ മക്കളായി നിങ്ങൾക്ക് ആരാകാം? ദൈവ മക്കളാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബം തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. നമ്മുടെ ഐഡന്റിറ്റി തന്നെ അങ്ങ് മാറിപ്പോകും. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചൂളിപ്പോകുന്നതായിരിക്കും. കാരണം നമുക്ക് അത്രയും പറയാൻ പറ്റുന്ന ഒരു പശ്ചാത്തലമല്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു അനാഥ കുഞ്ഞിനോട് ചോദിച്ചാൽ അവനാകെ വിങ്ങി പൊട്ടിപ്പോകും, അല്ലേ? അവന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ അവനെ തിരക്കാം. ചിലപ്പോൾ അവന് അറിയത്തില്ലായിരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനിങ്ങനെ പല തട്ടുകളിലാണ്, സമൂഹത്തിന്റെ പല തട്ടുകളിലാണ്. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ വ്യത്യസ്തമാണ്. എത്ര സന്തോഷിക്കുന്ന മനുഷ്യനും ഉള്ളിൽ ദുഃഖമുണ്ട്. ആരും അറിയാതെ കരയുന്നവനാണ് അവൻ. എത്ര തലപിടിച്ച് സിംഹത്തെ പോലെ തല ഉയർത്തി നടക്കാൻ ആഗ്രഹിക്കുന്നവനും അവന്റെ ഏകാന്തതയിൽ അവൻ ഉള്ളിൽ വിങ്ങുന്നവനാണ്, ബലഹീനനാണ്, നിരാശനാണ്, നിസ്സഹായകനാണ്. അങ്ങനെ പല തട്ടുകളിലായി മനുഷ്യൻ, പാപിയായിരിക്കുന്ന മനുഷ്യൻ പ്രശ്നങ്ങളുമായി മല്ലിടുന്നവനായി അവനവന്റെ സ്വകാര്യ ജീവിതത്തിൽ അവന്റെ വേദനകളൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് അവനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കർത്താവിടെ വെച്ച് നീട്ടുന്നതായിരിക്കുന്ന ഈ സൗഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ ജീവിതത്തെ ഒന്ന് പൊളിച്ചെഴുതുവാനുള്ള, പൊളിച്ചു പണിയാനുള്ള അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. വിധി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവന് അവന്റെ വിധിയൊക്കെ മാറ്റി എഴുതാനുള്ള അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അവന് പകരമായി കാൽവരി ക്രൂശിൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി
ഒരു അകൃത്യയാഗമായി തീർന്ന ആ ക്രിസ്തുവിനെ തന്റെ രക്ഷകനും കർത്താവുമായി ഒരുവൻ കണ്ടുമുട്ടുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അവന്റെ ജീവിതം അവിടെ തിരുത്തി എഴുതപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതം പുതുതായി ആരംഭിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിനെ വീണ്ടും ജനനം എന്ന് പറയുന്നു, പുതുജനനം എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറയുന്നു, അങ്ങനെ ഒരു പുതുജനനം കൂടാതെ ആർക്കും ദൈവത്തിന്റെ രാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. കാരണം ഈ ജനനം ആദാമിൽ നിന്ന് ലഭിച്ച, ആദാമിന്റെ മക്കളായി മനുഷ്യകുലത്തിൽ മനുഷ്യ മക്കളായി ജനിച്ചതായിരിക്കുന്ന ഈ ജനനം മരിക്കാൻ വേണ്ടി ജനിച്ച ജനനമാണ്. അതുകൊണ്ട് ഈ മണ്ണാകുന്ന ശരീരം അത് മണ്ണോട് അലിഞ്ഞു ചേരും. അത് ഏത് സമയം വേണമെങ്കിലും അത് സംഭവിക്കാൻ, പ്രിയപ്പെട്ടവർ, ഏത് സമയം വേണമെങ്കിലും സംഭവിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എഴുതിയിരുന്ന ഒരു ഫ്ലെക്സിൽ ഞാൻ വായിച്ചു. അദ്ദേഹത്തിന്റെ ഫോട്ടോയുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നു, അയച്ചവൻ തിരികെ വിളിച്ചത് കൊണ്ട് പോകാതിരിക്കാൻ വയ്യ വിട. പോകാതിരിക്കാൻ വയ്യ, പറ്റില്ല. പോകേണ്ട സമയം വരുമ്പോ പോയേ പറ്റൂ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും, എത്ര ഉറച്ചു നിന്നാലും, എത്ര ഉറപ്പിച്ചാലും ഉറക്കില്ല, ഒരു ശ്വാസം മാത്രമാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. കാരണം ഈ ജനനം മരണത്തിന് വേണ്ടിയുള്ള ജനനമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടും ജനനത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അത് മരിക്കാനല്ല, ജീവിക്കാനാണ്. വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന താൽക്കാലിക ജീവനല്ല, നിത്യജീവനാണ്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നിത്യജീവനാണ്. ആ നിത്യജീവൻ പ്രാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അങ്ങനെ ദൈവരാജ്യത്തിന് നമ്മളപ്പോൾ ഓഹരിക്കാരായി. ആ പുതുജന്മത്താൽ നമ്മുടെ ഐഡന്റിറ്റി ആകെ മാറി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവഭവനത്തിൽ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഷണാലിറ്റി കൂടെ ആ സ്പിരിച്വൽ ആത്മീയത്വത്തിൽ മാറി എന്നുള്ളതാണ്. നാഷണാലിറ്റി മാറുന്നില്ല, നമ്മുടെ കുടുംബം മാറുന്നില്ല, ഇതൊന്നും ഭൗതിക തലത്തിൽ മാറുന്നില്ല. എന്നാൽ ആത്മീയ തലത്തിൽ, പ്രൈസ് ദി ലോർഡ്, അവിടെ ഫിലിപ്പിയ ലേഖനം 3:20 പറയുകയാണ്, നമ്മുടെ പൗരത്വം, പ്രൈസ് ദി ലോർഡ്, വീണ്ടും ജനിച്ച ദൈവത്തിന്റെ മക്കൾ ഇരട്ട പൗരത്വമുള്ളവരാണ്. ഇവിടെ ഒരു പൗരത്വമുണ്ട്, പക്ഷെ അത് മരണം കൊണ്ട് തീരും. എന്നാൽ മറ്റൊരു പൗരത്വം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് പ്രൈസ് ദി ലോർഡ് ഏതാണ്? സ്വർഗീയ പൗരന്മാരാണ്. അത് തീരാത്തൊരു പൗരത്വമാണ്, മാറ്റമില്ലാത്തൊരു പൗരത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. വീണ്ടും വായിക്കാം. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശരിക്കും യേശുവിന്റെ വരവ് വിശ്വസിക്കുന്നവർക്ക് വെറും ഒരു വിശ്വാസമല്ല, അത് കാത്തിരിപ്പാണ്, അത് അവരുടെ പ്രതീക്ഷയാണ്, അത് അവരുടെ സ്വപ്നമാണ്, അത് അവരുടെ ആശയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയത്തിന്റെ ഇടിപ്പാണത്. ദൈവത്തിന് സ്തോത്രം. അവരോട് ചോദിച്ചാൽ അവർ എന്തിലാ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്? യേശുവിന്റെ വരവിലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നത്? യേശു വരുമ്പോൾ എന്തു സംഭവിക്കും? യേശു വരുന്നത് കൊണ്ട് എന്തു സാധിക്കുന്നു? താനോട് വായിക്കുക. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ കാത്തിരിപ്പ് എന്തിനാണെന്നറിയാമോ? ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് നമ്മൾ ആവേശഭരിതരാകുന്നത് മറ്റൊന്നിനാലുമല്ല, എന്റെ ഈ ശരീരത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ് അത് ലഭിക്കുന്നത്.
ഈ അപമാനം വഹിക്കുന്ന ശരീരം, രോഗത്തിന് കീഴ്പ്പെടുന്ന ശരീരം, മരണത്തിന് കീഴ്പ്പെടുന്ന ശരീരം, നശീകരണത്തിന് കീഴ്പ്പെടുന്ന ശരീരം, പ്രൈസ് ദി ലോർഡ്, നാറ്റത്തിന് കീഴ്പ്പെടുന്ന ഈ ശരീരം തേജസ്സുള്ള സ്വർഗീയ ശരീരമായി, യേശുവിന്റെ ശരീരത്തോട് അനുരൂപപ്പെടുന്ന ശരീരമായി ഇത് മാറുമെന്നുള്ളതാണ് ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞാൻ മാറിക്കൊണ്ടാണ് ഞാൻ യേശുവിനോടുകൂടെ വാഴുവാൻ യോഗ്യനായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ പോലെ, യേശുവെ പോലെ നാം അന്ത്യത്തിങ്കലാകേണ്ടവരാണ്. അവന്റെ ശരീരം പോലെയുള്ള ഒരു തേജസ്സിന്റെ സ്വർഗീയ ശരീരം നാം പ്രാപിക്കാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ശരീരത്തിന് അനുകൂലമായ നിലയിൽ നമ്മുടെ ആത്മാവിന് രൂപാന്തരം സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിന് ഒരു മാറ്റം സംഭവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരാകേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകേണ്ടതുണ്ട്. യേശുവിന്റെ ശരീരത്തോട് നമ്മൾ അനുരൂപരാകണമെങ്കിൽ അവന്റെ സ്വഭാവത്തോട് നാം അനുരൂപരാകേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സൗമ്യതയും താഴ്മയും ഉള്ളതായ ആ യേശുവിന്റെ സ്വഭാവത്തോട് എനിക്കും നിങ്ങൾക്കും അനുരൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മനുഷ്യപുത്രനായി നമ്മളിൽ ഒരുവനായി അവൻ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. മക്കളെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ എത്ര ഉയരത്തിലായിരുന്നു, അത്രയും ഉയരത്തിൽ ആരുമില്ലല്ലോ. ഞാൻ എത്ര ശ്രേഷ്ഠനായിരുന്നു, അത്രയും ആരുമായിരുന്നില്ലല്ലോ. ഞാൻ എത്ര വലിയ അധികാരിയായിരുന്നു, അത്രയും ആരുമായിരുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്കാർക്കും എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടായിരുന്നോ? നമുക്ക് പറയാനുണ്ടായിരുന്ന നരകത്തിൽ പോയി ചാമ്പലാകാൻ മാത്രം യോഗ്യതയുണ്ടായിരുന്ന വെറും ഉണക്ക കമ്പുകളായിരുന്നു നമ്മൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മെ തൻ്റെ ഔദാര്യത്താൽ അവൻ സ്നേഹിച്ചു. ആ സ്നേഹത്തെ ഓർക്കുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, സ്തോത്രം. എൻ്റെ യോഗ്യതയല്ല, നീ എന്നെ നിന്റെ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ സ്നേഹിച്ചിട്ട് നമ്മളോട് പറയുന്നു, മക്കളെ, ഞാൻ നിങ്ങളിൽ ഒരുവനെ പോലെ വന്ന്, ഒരു ദാസനെ പോലെ വന്ന്, യാതൊരു വലിപ്പവും ഭാവിക്കാതെ എല്ലാവരുടെയും കൂടെ മിങ്കിളായി, പാപിയുടെ കൂടെയും ഭക്ഷിച്ച് ചുങ്കക്കാരുടെ കൂടെയും ഭക്ഷിച്ച്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളിൽ ഒരുവനെ പോലെ ആകാൻ കഴിയുമെങ്കിൽ യേശുവിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം, നമ്മൾ ജീവിക്കുന്ന ഈ കൊച്ചായുസ് എത്ര നാളുണ്ടെന്ന് അറിയില്ല. ഈ ഒരു ആയുസ് നാം മനുഷ്യനായി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. വലിപ്പഭാവങ്ങളൊന്നും കൂടാതെ എളിമയുള്ളവരായി, താഴ്മയുള്ളവരായി, സാമ്യതയുള്ളവരായി, സഹകരണ മനോഭാവമുള്ളവരായി, സഹായിക്കാൻ സന്നദ്ധതയുള്ളവരായി, മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായി, ബഹുമാനിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ കഴിയുന്നത്, അതാണ് യേശുവിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന പാഠം. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ അകത്തേക്കൊന്ന് നോക്കാം. നമ്മുടെ അകത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ. അപ്പോൾ മനുഷ്യപുത്രൻ, യേശു കർത്താവ് പറയാണ്, മനുഷ്യപുത്രന്റെ വരവും എങ്ങനെയാകും പറയാണ്, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. അന്ന് നോഹയുടെ കാലത്ത് ജനങ്ങൾ എന്ത് ചെയ്യാണ്? തിന്നുകയും കുടിക്കുകയും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് നോഹയുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവിന്റെ വരവിന്റെ സമയത്തെ കുറിച്ച് കർത്താവ് തന്നെ താരതമ്യം ചെയ്ത് പറയുന്നത് നോഹയുടെ സമയം കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യനെല്ലാവരും, പ്രിയപ്പെട്ടവരെ, അവര് വാസ്തവം പറഞ്ഞാൽ ഭൗതികവാദികളായി, മെറ്റീരിയലിസ്റ്റിക് ആയി, ഭൗതികവാദികളായി തീർന്നു പോയി എന്നുള്ളത്. അവർക്ക് മുഖ്യം ഭൗതികമായിരുന്നു. ഭൗതികവാദികളായി നാം കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവർ തീരരുത്. പണ്ട് നാഗൽ സാഹിബ് ഈ കാലവണ്ടി ഉരുണ്ടു പോകുന്നത് കണ്ടുകൊണ്ട്
താനൊരു പാട്ട് പാടി, മരണമാ രഥത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു. അപ്പോൾ തൻ്റെ ഉള്ളിൽ വന്ന ചിന്ത, ഇതുപോലെ ജീവിതം ഇങ്ങനെ ഉരുണ്ടു പോവുകയാണല്ലോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പാടി, പ്രൈസ്, ഈ ജീവിതത്തിൽ എന്താ വേണ്ടത്? അല്പം അപ്പം വിശപ്പിനും സ്വല്പം വെള്ളം ദാഹിക്കും. ഇതൊക്കെ ഈ ശരീരത്തിന് ആവശ്യമുള്ളൂ. നമ്മള് ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചാലും അനുഭവിക്കാൻ പറ്റുന്നൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അനുഭവിക്കുന്നതിന്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. ലോകം മുഴുവനും ഒരു വ്യക്തിയുടെ സ്വന്തമായിരുന്നെന്നാലും, മുഴുവൻ എൻ്റേതാണെന്ന് പറഞ്ഞാലും, അദ്ദേഹത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ വേണം? അദ്ദേഹം 3 ഇഡ്ഡലി കഴിക്കും, നിങ്ങളും 3 ഇഡ്ഡലി കഴിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ അദ്ദേഹത്തിന് ഒരു ദിവസം 2 ലിറ്റർ വെള്ളം വേണമെങ്കിൽ അത്രയും നിങ്ങളും കുടിക്കുന്നുണ്ടല്ലേ? അദ്ദേഹം ഒരു സമയത്ത് ഒരു ഡ്രസ്സിൽ കൂടുതൽ ഇടുവോ? ഇല്ലല്ലോ. അനുഭവിക്കുന്നതിന്റെ കാര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എല്ലാം എൻ്റേതാണെന്ന് പറയാവുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് വരെ? മരണം വരെ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ 6 അടി മണ്ണ് മാത്രം. ഇതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണെങ്കിലും ഇതൊന്നും നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറുന്നില്ല. ഇതൊക്കെ നമ്മുടെ തലയ്ക്കകത്തേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ചൊവ്വ ജീവിക്കും. ഈ മനുഷ്യായുസിന്റെ അത്ഭുതം മനസ്സിലാക്കിയാൽ മാത്രമേ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഒരു ദൈവവൃത്യൻ ഇങ്ങനെ പറഞ്ഞത്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്തവരെ ജീവിക്കാൻ പഠിച്ചിട്ടില്ല. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്തവർ ജീവിക്കാനേ പഠിച്ചിട്ടില്ല. ഇത് അല്പമായിട്ടുള്ള ആയുസാണെന്നും നമ്മൾ എപ്പോ വേണമെങ്കിലും ഇവിടം വിട്ട് പോകേണ്ടവരാണെന്നും, തുടർന്നുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം, നിലനിൽക്കുന്ന ജീവിതം, പിഴച്ചാൽ പിഴച്ചതാ, നരകമെങ്കിൽ നരകമാണ്, പിന്നെ മോചനമില്ല. ഈ ഒരു യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലായെങ്കിൽ മാത്രമേ ഇന്ന് ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സാക്ഷിയെ ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ അല്പായുഷ്യ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ജീവിതത്തെ അർത്ഥമുള്ളതാക്കുന്നത്. അവിടെ മനസ്സിലാക്കിയ ഈ ഭൗതികവാദികളായി, ഭൗതിക ചിന്തകളാൽ മാത്രം ഭരിക്കുന്നവരായി, ഭൗതിക സ്വപ്നങ്ങൾ മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഞാനും നിങ്ങളും ഒരിക്കലും അകപ്പെട്ടു പോകരുത്, വഞ്ചിതരായി പോകരുത്. പകരം നമുക്കുള്ള നിത്യതയെക്കുറിച്ച് ബോധവാന്മാരായി നമ്മൾ ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യം. അവർ ഭൗതികവാദികളായിരുന്നു നോഗയുടെ കൂട്ടർ, നോഗയുടെ സമയത്തുണ്ടായിരുന്ന ആളുകൾ. അവർക്ക് തിന്നും കുടിച്ചും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട്. അതിനെ അല്ല തിന്നും കുടിക്കുക എന്ന് പറയുന്നത്. തിന്നും കുടിക്കുക എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, വിരുന്നുകളും പാർട്ടികളും, പ്രൈസ് ദി ലോർഡ്, അതിലായിരുന്നു അവരുടെ സന്തോഷം. വിവാഹം, വിവാഹ സദ്യ, ആഘോഷങ്ങൾ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഓർക്കുന്ന, മനുഷ്യർ ഇന്നും ചിന്തിക്കുന്ന, ആഘോഷിക്കാൻ എന്ത് കാരണമുണ്ടെന്നുള്ളത്. കാരണം സന്തോഷിക്കാൻ കഴിയാത്ത മനുഷ്യൻ സന്തോഷിക്കാൻ കാരണങ്ങളെ തെരഞ്ഞു കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്നിനെ ഒരു ആഘോഷമാക്കി മാറ്റാമോ, എങ്ങനെയെങ്കിലും ഒന്ന് ഉത്സവമാക്കി മാറ്റാമോ എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇതെല്ലാം മനുഷ്യൻ എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ സന്തോഷിക്കാൻ വേണ്ടി. എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത്? തിന്നു കുടിച്ച് പ്രൈസ് ലോർഡ് പാർട്ടികൾ നടത്തി, കുടിച്ച് പ്രൈസ് ലോർഡ് നിലമറന്ന് ആടി പാടി സന്തോഷിക്കാനാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. കാരണം അവന് ശരിയായ സന്തോഷം അന്യമായി തീർന്നിരിക്കും. അവന്റെ ഉള്ളിലെ ദാഹം ശമിപ്പിക്കാൻ അവന് കഴിയുന്നില്ല. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളിൽ അവൻ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നോഗയുടെ കാലത്തെ ജനങ്ങൾ മുഴുവൻ ആ തരത്തിലായി പോയി. ഒരാത്മീയ മാന്യത, അന്ധകാരം
അവരെ കടന്നു പിടിച്ചു. നോഹയൊഴിച്ചുള്ള മുഴുവൻ ജനവും അതിനടിമപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഈ പട്ടകത്തിൽ കയറാൻ ആരേ ഉണ്ടായിരുന്നുള്ളൂ? നോഹയും കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഭൂരിപക്ഷം, ബഹുഭൂരിപക്ഷം നോഹയും കുടുംബവും ഒഴിച്ചുള്ള മുഴുവൻ ജനങ്ങളും ആ തലത്തിൽ തരംതാണു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണമേ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ വരവിൽ, അതുകൊണ്ട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ? വിശ്വാസികൾ എന്ന് പറയുന്ന അനേകരുണ്ടാവും, യേശുവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്ന അനേകരുണ്ടാവും, യേശുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവൻ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ വിശ്വാസം ഉള്ളിൽ സൂക്ഷിക്കുന്ന, നിധി പോലെ സൂക്ഷിക്കുന്ന, പിടിച്ചുകൊള്ളുന്ന, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുന്ന ആളുകൾ ചുരുങ്ങുമെന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലത്ത് അത് ഒരു കുടുംബത്തിൽ ചുരുങ്ങിപ്പോയി. എന്നാൽ ഈ കാലഘട്ടത്തിൽ എനിക്കറിയില്ല അത് എത്രമാത്രം ചുരുങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നാമാണ് അതിന് ഉത്തരം പറയേണ്ടത്. നാം നമ്മോട് തന്നെ ചോദിക്കണം, നീ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ? പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 13:6 പറയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, ശോധന ചെയ്യുവീൻ. ആരാരെ പരീക്ഷിക്കണം? ആരാരെ ശോധന ചെയ്യണം? ഇത് അന്യോന്യം ശോധന ചെയ്താൽ മനസ്സിലാവില്ല, അന്യോന്യം നോക്കിയാൽ മനസ്സിലാവില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവരവരെ പരിശോധിക്കണം, നിശ്ചയപ്പെടുത്തണം, ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന്. ഈ 5 കന്യകമാർക്ക് പറ്റിയ അബദ്ധം അതായിരുന്നു. ഉറപ്പുവരുത്തിയില്ല. എന്തിന്റെ ഉറപ്പുവരുത്തിയില്ല? വിളക്കുണ്ടെന്ന് ഉറപ്പുവരുത്തി, നല്ല വസ്ത്രം ധരിച്ചെന്ന് ഉറപ്പുവരുത്തി, തലചീകി വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങിയെന്ന് ഉറപ്പുവരുത്തി. എന്നാൽ അവർ ഉറപ്പുവരുത്തിയില്ല വിളക്കിനകത്ത് എണ്ണയുണ്ടെന്ന് ഉറപ്പുവരുത്തിയില്ല. എന്റെ മനസ്സിലെ സഹോദരങ്ങളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തെ ഒരു നിധി പോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ച ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ ഏകാഗ്രതയിൽ നമ്മൾ നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, പിശാചിന് ഒരൊറ്റ നോട്ടമേ ഉള്ളത് മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:3 വാക്യത്തിൽ പറയുകയാണ്. 2-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനും നിങ്ങളെ ഞാൻ നിർമ്മല കന്യകയായി ഏൽപ്പിക്കേണ്ടതിന് വാഗ്നിശ്ചയം ചെയ്തിരിക്കുന്നു. വാഗ്നിശ്ചയം ചെയ്ത ഒരു കന്യകയുമായി തുലനപ്പെടുത്തി പറയുകയാണ്. അവൾക്ക് അവിടെ പ്രതിസുത വരനോടുള്ള വിശ്വസ്തത, ഏകാഗ്രത, ഹൃദയം എത്രമാത്രം അനിവാര്യമാണോ അതേപോലെ ദൈവമക്കൾക്ക് ഞാൻ നിങ്ങളെ ചേർക്കാൻ വേഗം വരാമെന്ന് പറഞ്ഞു പോയ യേശു കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഏകാഗ്രത, പ്രതീക്ഷ, കാത്തിരിപ്പ്, അവനോടുള്ള ആത്മബന്ധം, അവനോടുള്ള വിശ്വസ്ത മനസ്സ് വളരെ അനിവാര്യമാണ്. അതിനെയാണ് പിശാച് നോട്ടമിടുന്നത്. പിശാച് നോട്ടമിടുന്ന അതിനെയാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ അവർ ലക്ഷ്യമിടുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ നോക്കണമേ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിനെതിരെ പിശാച് പോരാടുമ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ അവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനോട് അവർ കാത്തു സൂക്ഷിക്കുന്ന ഏകാഗ്രതയും നിർമ്മലതയുമാണ് പിശാച് ലക്ഷ്യമിടുന്നത്. ഇത് മനസ്സിലാകുന്നവർ കർത്താവിനോട് പറയട്ടെ, അപ്പാ, നിന്റെ മുമ്പിൽ ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിച്ച ഒരു നിർമ്മല കന്യകയെ പോലെ നിൽക്കാൻ എനിക്ക് കൃപ തരുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ അറിവുള്ളത് കൊണ്ട് അത് സാധിക്കത്തില്ല. വേദപുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചതുകൊണ്ട് അത് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം നമ്മുടെ അകത്തെ പരിശോധിച്ച് ദൈവസന്നിധിയിൽ നിർമ്മലീകരിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളിലുള്ള കുറവുകള്, അഹങ്കാരങ്ങള്, നമ്മളിലെ പ്രൈസ് ദി ലോർഡ് അസൂയകൾ, നമ്മളിലെ തൊന്നവശം, നമ്മളിലെ ഉള്ളിനകത്തുള്ള പ്രൈസ് ദി ലോർഡ് ഓരോ അശുദ്ധികളെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് തുറന്നു വെച്ചിട്ട് പറയണം, എന്നെ കഴുകി വിശുദ്ധീകരിക്കണം.
അങ്ങനെ ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രതമാകണം. ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധം, അതാണ് വിശ്വാസം എന്ന നിധി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നോഹയുടെ കാലത്ത് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കുടുംബമേ ഉണ്ടായിരുന്നു. എന്നാൽ നാം എങ്ങനെ, നമ്മുടെ കുടുംബം എങ്ങനെ? ഇന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, മറ്റാരും ഒരുങ്ങിയിരിക്കുന്നില്ലെങ്കിലും എനിക്കറിയില്ല, ഒരുങ്ങിയിരിക്കുന്നോ ഇല്ലയോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ ഒരു ബോധ്യം ഉണ്ടാവും. എൻ്റെ കുടുംബത്തെ ഞാൻ അതിനു വേണ്ടി ഒരുക്കുന്നു. ആ ഒരു ബോധ്യമുണ്ടോ? അത്യാവശ്യമായിട്ടും ആ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ആത്മീയ മന്ദത ബാധിച്ച, അതുകൊണ്ട് എന്താ, ധാർമ്മിക അധപ്പതനമാണ് അവിടെ നടക്കുന്നത്. ലൈംഗിക അരാജത്വമാണ് അവിടെ നടക്കുന്നത്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയെന്നാൽ ഈ വായിക്കുന്ന പത്രവാർത്തകളും കേൾക്കുന്ന കേൾവികളും എല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത തലത്തിൽ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അധപ്പതിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെല്ലാം കാറ്റിൽ പരത്തി അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരവരുടെ ജീവിതം എങ്ങനെയും ജീവിക്കാമെന്നുള്ള ചിന്തയിൽ മുഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇവിടെയാണ് ഇരുട്ട് വർദ്ധിക്കുമ്പോഴാണ് വെളിച്ചത്തിന് പ്രസക്തി കൂടുന്നത്. ഇവിടെയാണ് യഥാർത്ഥമായും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളുടെ പ്രസക്തി. വിശുദ്ധി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ, വിശ്വസ്തത സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ, താഴ്മ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ, നിർമ്മലത സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ, പരമാർത്ഥത സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഒരു വെളിച്ചമാകേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് കർത്താവ് ചോദിച്ചു, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലുതായിരിക്കും. വെളിച്ചം കൂടെ ഒരു വിളക്കുണ്ടായിരുന്നു, ആ വിളക്കും കൂടെ കെട്ടുപോയാൽ എന്തോ സംഭവിക്കും അല്ലേ? പ്രകാശിക്കേണ്ടവനും കൂടെ പ്രകാശിക്കാതെ വണ്ണം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ, ആ ചിന്താഗതിയിലേക്ക് വഴുതിപ്പോയാൽ, ഭൗതികവാദിയായി അധപ്പതിച്ചു പോയാൽ, വെറും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീർന്നു പോയാൽ എന്തോ ഒരു ഗതികേട്, എന്തോ ഒരു കഷ്ടമാണത്. നമ്മളുടെ വെളിച്ചം വെളിച്ചമായിരിക്കട്ടെ. അതിരുളാതെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ വരവെങ്കിൽ ദീപം കത്തിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ മണവാളിനെ എതിരേക്കാൻ പറ്റത്തുള്ളൂ. കത്താത്ത ദീപത്തിന് വിലയില്ല, കത്താത്ത വിളക്കുകൾക്ക് വിലയില്ല. വിളക്കുണ്ടായിട്ട് കാര്യമില്ല, കത്തുന്ന വിളക്കാണ് മണവാളനെ എതിരേൽപ്പാൻ ആവശ്യം. തെളിഞ്ഞു പ്രകാശിക്കുന്നവർക്ക് മാത്രമേ കാഹളം ധ്വനിക്കുമ്പോൾ പറക്കാൻ കഴിയത്തുള്ളൂ. അവർക്ക് മാത്രമേ രൂപാന്തരം സംഭവിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കുന്ന ദൈവജനമേ, ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് അനുദപിക്കാം, ഒരിക്കൽ കൂടെ നമുക്ക് താഴ്ത്താം, ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വരാം, പിന്മാറ്റ അവസ്ഥകളെ കണ്ടെത്താം, പിന്മാറ്റ അനുഭവങ്ങളെ തിരുത്താം. ഇന്ന് രാത്രി കർത്താവ് തന്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രനുണ്ടാവാനും അവിടെ എഴുതിയിരിക്കുന്നു, ജലപ്രളയം വരുന്നത് വരെ അവര് എന്ത് ചെയ്തില്ല, തിന്നും കുടിച്ചും വാഗത്തിന് കൊടുത്തും വാഗം കഴിച്ചും ഒക്കെ പോകുന്നു. അവരെന്ത് ചെയ്തില്ല, അറിഞ്ഞതുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തറിഞ്ഞില്ല? അവരൊരു മെക്കാനിക്കൽ ലൈഫായിരുന്നു അവർക്ക്. ഒരു യാന്ത്രികമായി ജീവിതം ജീവിക്കുക. ഈ ഭൗതിക ചിന്തകളിലെല്ലാം മുഴുകി തിന്നുന്നതിലും കുടിക്കുന്നതിലും ഒക്കെ ആനന്ദം കണ്ടെത്തി ഇങ്ങനെയുള്ളതായ ഒരു ജീവിതം അങ്ങ് ജീവിച്ചൊരു യാന്ത്രിക ജീവിതമാണ് അവരുടെ ജീവിതം. തിരിച്ചറിവില്ലാത്ത ഒരു ജീവിതം, വിവേചനമില്ലാത്ത ഒരു ജീവിതം, സൂക്ഷ്മതയില്ലാത്ത ഒരു ജീവിതം, ശരിക്കും ബുദ്ധികെട്ട ജീവിതം.
അവരറിഞ്ഞതുമില്ല. അയ്യോ, അവരറിയാൻ തക്കവണ്ണം നോഹ അതവരോട് പറഞ്ഞില്ലേ? നാം നോഹയെ കുറിച്ച് വായിക്കുന്ന നീതി പ്രസംഗിയായ നോഹ എന്നല്ലേ. അപ്പൊ നോഹ എന്ത് പ്രസംഗിച്ചു? ദൈവത്തിന്റെ നീതി പ്രസംഗിച്ചു. ദൈവത്തിന്റെ നീതി എന്താ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. പക്ഷെ ദൈവത്തിന്റെ നീതി എന്താണെന്നറിയാമോ? ആ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് രക്ഷയ്ക്കുള്ള മാർഗം ഒരുക്കിയിരിക്കും. രക്ഷ നിഷേധിക്കുന്നവന് മാത്രമേ ശിക്ഷ വരൂ. അതാ ദൈവത്തിന്റെ നീതി. അല്ലാതെ ദൈവം ആരെയും നശിപ്പിക്കത്തില്ല. മനുഷ്യൻ പാപിയാണെന്നുള്ളത് കൊണ്ട് ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യൻ നശിക്കുന്നതിലല്ല, മനുഷ്യൻ രക്ഷപ്പെടുന്നതിലാണ്. അതാണ് ദൈവത്തിന്റെ നീതി. അതാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 3:16 ബൈബിളിന്റെ തന്നെ താക്കോൽ വാക്യമായി അറിയപ്പെടുന്ന വചനം പറയുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ആരെന്നില്ല, ഏവനും, എത്ര വലിയ പാപിയായിട്ട് സമൂഹം മുദ്ര കുത്തിയിരിക്കുന്ന വ്യക്തിയായാലും ഏവനും, ദൈവം പറയാണ്, സ്തോത്രം, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ഒരു വ്യക്തിയെ വേർതിരിച്ച് സ്നേഹിക്കുകയല്ല, ഒരു കുടുംബത്തെ വേർതിരിച്ച് സ്നേഹിക്കുകയല്ല, ലോകത്തെ ഈക്വലി, ലോകത്തെ തുല്യമായി സകല കുടുംബങ്ങളെയും സകല വ്യക്തികളെയും ഇൻഡിവിജ്വലായി, കുടുംബങ്ങളായി, വ്യക്തിപരമായി സകലരെയും അവൻ സ്നേഹിച്ചു. നല്ലവരെന്നും ദുഷ്ടന്മാരും എന്ന് പറഞ്ഞ് വകതിരിച്ചല്ല സ്നേഹിച്ചത്. അവൻ ആരുമായി കൊള്ളട്ടെ, എത്ര വെറുക്കപ്പെട്ടവനുമായി കൊള്ളട്ടെ, പക്ഷെ ദൈവം അവനെ തുല്യമായി തന്നെ സ്നേഹിച്ചു. എന്തിനാ സ്നേഹിച്ചത്? അവൻ നശിച്ചു പോകരുത്. അതാ ദൈവത്തിന്റെ ആഗ്രഹം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. യിരെമ്യാ പ്രവചനം 18 അവസാനത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ യഹോവ ഭക്തന്റെ മരണത്തിൽ ദൈവത്തിന് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. 116 സങ്കീർത്തനം 10 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവയ്ക്ക് എന്താണത്? വിലയേറിയതാണ്. കൂടപ്പെട്ടവർക്ക് സങ്കടമായിരിക്കാം, പക്ഷെ ദൈവത്തിന് അത് ഏറ്റവും വിലപ്പെട്ട ഒരു സമയമാണ്, സംഭവമാണ്. കാരണം താൻ ആഗ്രഹിച്ച തൻ്റെ പൈതൽ ഈ ലോകത്തിന്റെ കഷ്ടങ്ങളിൽ നിന്ന് തൻ്റെ അടുക്കൽ എത്തിയിരിക്കും. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ സ്വർഗീയ പിതാവ് പെറ്റതല്ലേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന സ്നേഹസമ്പന്നനായിരിക്കുന്ന പിതാവ് തൻ്റെ അടുക്കൽ തൻ്റെ മക്കൾ എത്തുമ്പോൾ സന്തോഷിക്കുന്നു. കാരണം ഈ ലോകത്തിലെ കഷ്ടങ്ങൾ തീർന്നു, കണ്ണുനീർ തീർന്നു, രോഗം തീർന്നു, ബുദ്ധിമുട്ട് തീർന്നു, നിലവിളി തീർന്നു. അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്നു, പിതാവ് സന്തോഷിക്കുന്നു. എന്നാൽ ദുഷ്ടന്റെ മരണത്തിൽ യഹോവയ്ക്ക് പ്രസാദമില്ല, ദൈവത്തിന് പ്രസാദമില്ല. ദൈവം ദുഃഖിക്കുന്നു. എൻ്റെ പൊന്നുമോനെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്തിട്ടും നീ അത് പ്രയോജനപ്പെടുത്തിയില്ലല്ലോ. നീ പോയല്ലോ മോനെ, നിന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, നീ നാശത്തിലേക്ക് പോയല്ലോ. ദൈവം ദുഃഖിക്കുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സൃഷ്ടാവായ പിതാവ് നിങ്ങൾക്കുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണമേ. നിങ്ങളെ തന്റെ സ്നേഹത്തിൽ നിന്ന് അവൻ അകറ്റി നിർത്തുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് അവജ്ഞ തോന്നുന്നുണ്ടാവാം, നിങ്ങളുടെ കുടുംബക്കാർക്ക് അവജ്ഞ തോന്നുന്നുണ്ടാവാം, മറ്റുള്ള മുമ്പിൽ നിൽക്കാനുള്ള മാന്യതയില്ലെന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷേ എൻ്റെ യേശു ആരെയും അകറ്റി നിർത്തുന്നില്ല.
എന്റെ യേശു എല്ലാവരെയും അരിയിലേക്ക് വിളിക്കുകയാണ്. അവന്റെ സ്നേഹം സകലർക്കും തുല്യമായ നിലയിൽ അവൻ തന്നുകൊണ്ട് പറയുന്നു, എന്റെ കുഞ്ഞെ, നീ നശിക്കുന്നത് എനിക്കിഷ്ടമല്ല, നീ രക്ഷപ്പെടുവാനാണ് ഞാൻ എന്റെ പുത്രനായ യേശുവിനെ നിനക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ച് കാൽവറി ക്രൂശിൽ അകർത്തി യാഗമാക്കി തീർത്തത്. ഇന്ന് രാത്രി ആ സ്നേഹം മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. ആ സ്നേഹം മാടി വിളിക്കുകയാണ്. ആ സ്നേഹം മാടി വിളിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. അവൻ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ കണ്ണുനീർ തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ മുറിവ് കെട്ടാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പിടിച്ചുയർത്താൻ ആഗ്രഹിക്കുന്നു. നീ എത്ര വീണ് നിലംപരിചായാലും അവിടുന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ സ്നേഹം എല്ലാവരെയും മാടി വിളിക്കുന്നു. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എല്ലാവരുമേ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവന്റെ വാഗ്ദത്തം സകലർക്കുമായിട്ട് അവൻ വെച്ച് നീട്ടുകയാണ്. Praise the Lord. Yes. ജലപ്രളയം വന്നതുവരെ അവർ അറിഞ്ഞില്ല. അങ്ങനെ ഒരു യാന്ത്രികമായ ജീവിതത്തിൽ അവർ പോവുകയായിരുന്നു. ഈ നീതി പ്രസംഗിയായിരിക്കുന്ന നോഹ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ന്യായവിധി വരുന്നത് കൊണ്ട് നിങ്ങളെല്ലാം ജലപ്രളയത്തിൽ അകപ്പെട്ട് നശിച്ചു പോകണമെന്നല്ല സ്നേഹസമ്പന്നനായിരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനു മുമ്പേ ഒരു പെട്ടകം തീർക്കുവാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നോക്കിക്കേ, വന്നാൽ നിങ്ങൾക്കത് കാണാം. ഞാനും എന്റെ കുടുംബവും അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഞങ്ങൾ അതിന് ചെലവിട്ടുകൊണ്ടിരിക്കുക. തലയ്ക്ക് കിറുക്കുണ്ടായിട്ടല്ല, മാനസിക നില തെറ്റിയത് കൊണ്ടല്ല, പിന്നെയോ സുബോധമുള്ളത് കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്ന് ചോദിച്ചാൽ, ദൈവം പാപം നിറഞ്ഞ ലോകത്തെ ന്യായവിധിക്കും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. പാപിയായിരിക്കുന്ന മനുഷ്യൻ, വഞ്ചനയുള്ള മനുഷ്യൻ, അനീതി നിറഞ്ഞ മനുഷ്യൻ, കൈക്കൂലി കടിമയായി തീർന്ന മനുഷ്യൻ, മറ്റവനെ വിറ്റ് കാശാക്കാൻ മടിക്കാത്തതായിരിക്കുന്ന മനുഷ്യന് നിയമനിർമ്മാണം നടത്തുമ്പോ പ്രൈസ് ദി ലോർഡ്, അവിടെ കുറ്റത്തിന് ശിക്ഷയല്ലേ വിധിക്കുന്നത്? അല്ലേ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പോലും ചില കുറ്റങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. തൂക്കിക്കൊല്ലണമെന്നല്ലേ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യൻ പോലും ചില തെറ്റുകളെ ശിക്ഷിക്കാതെ വിടാൻ പാടില്ല എന്ന് വാദിക്കുന്നവനാണെങ്കിൽ, നീതിമാനായിരിക്കുന്ന ന്യായാധിപതിയായിരിക്കുന്ന ദൈവം പാപത്തെ കണ്ണടച്ച് വിടുമോ? മനസ്സിലാക്കണം. അതുകൊണ്ട് ചിന്തിക്കുന്ന ഏത് മനുഷ്യനും അവന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. മനസ്സാക്ഷി തന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എങ്കിൽ നീതിമാനായിരിക്കുന്ന ന്യായാധിപതിയായിരിക്കുന്ന ദൈവം പാപത്തെ കണ്ണടച്ചു വിടുമോ? ഒരിക്കലുമില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, നിശ്ചയം. അത് ദൈവത്തിന്റെ നീതിയുടെ പ്രഖ്യാപനമാണ്. എന്നാൽ അവിടെ കൊണ്ട് ദൈവത്തിന്റെ നീതി തീരുന്നില്ല. എന്നാൽ മനുഷ്യനോട് പറയുന്നു, പാപിയായിരിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നു, പക്ഷേ കുഞ്ഞേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന, നീ നശിക്കുന്ന എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. അതുകൊണ്ട് ലോകത്തെ ജലപ്രളയത്താൽ ന്യായം വിധിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ വിശ്വസിക്കുന്നവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷാ പദ്ധതി ദൈവം ഒരുക്കി. അതായിരുന്നു നോഹ പണിതുയർന്ന പെട്ടകം. ഈ മുഴുവൻ മനുഷ്യകുലത്തെ എല്ലാവരും ആദാമിന്റെ മക്കളാണ്. അതുകൊണ്ട് മനുഷ്യന് ഏത് നിറമായാലും, ഏത് ജാതിയായാലും, ഏത് ഭാഷയായാലും, ഏത് ഭൂപ്രദേശത്ത് ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നവരായാലും എല്ലാവരിലും ഒഴുകുന്ന രക്തം ഒന്ന് തന്നെയാണ്. എല്ലാം മനുഷ്യരക്തം തന്നെയാണ്, വേറൊരു രക്തമില്ല. അതുകൊണ്ട് ഈ മനുഷ്യരക്തം ഒഴുകുന്ന മനുഷ്യനായിരിക്കുന്ന സകലരും ആദാമിന്റെ മക്കളാണ്.
ആദാമിന്റെ മക്കളാണ്. ഈ യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണ്. അതിനെ ആളുകൾ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ സ്വാർത്ഥതയിൽ നിന്ന് ഉളവെടുത്ത ചിന്താഗതികളാണ് ജാതി വ്യവസ്ഥകൾ. അത് ദൈവികമല്ല, അത് പാപത്തിൽ വീണ മനുഷ്യന്റെ വികലമായ ചിന്താഗതിയാണ്. എന്നാൽ സ്നേഹവാനായ ദൈവം അവൻ എല്ലാവരുടെയും പിതാവാകുന്നു, മുഴുവൻ ആദമ്യ മക്കളുടെയും പിതാവാകുന്നു. അതുകൊണ്ട് ആദാമ്യ മക്കൾ 5 ഭൂഖണ്ഡത്തിലുമായി പാർക്കുന്നതായ ജനം, ഏത് ഭാഷ, ഏത് നിറം, ഏത് കുലം, അത് വ്യത്യാസമില്ല. അവരെല്ലാവരും പാപികളാണ്. അവരാരും അവരുടെ പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകമായ നിത്യ മരണം പോയി നശിച്ചു പോകരുത് എന്ന് സ്നേഹവാനായ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ സ്നേഹവാനായ ദൈവം ആ ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ്, അന്ത്യ ന്യായവിധിക്ക് മുമ്പ് ദൈവം ഒരു രക്ഷാ പദ്ധതി ഒരുക്കി. ആ രക്ഷാ പദ്ധതിയാണ് താൻ ഈ ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുക്കുകയും മനുഷ്യരിൽ ഒരുവനെ പോലെ മനുഷ്യപുത്രനായി ജീവിച്ച് മുഴുവൻ മനുഷ്യകുലത്തിന്റെയും പാപം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് ആ കൽവരി കുരിശിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ എന്റെയും നിങ്ങളുടെയും സകല മാനവകുലത്തിന്റെയും പാപം വഹിച്ചുകൊണ്ട് അവൻ പ്രായശ്ചിത്ത മരണം വരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയ ഒരേ ഒരു രക്ഷാപദ്ധതി. നോഹയുടെ സമയത്ത് ദൈവം ഒരൊറ്റ പെട്ടകമേ ഒരുക്കിയിട്ടുള്ളൂ. ആ പെട്ടകത്തിനൊരു വാതിൽ മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. പക്ഷെ അതെല്ലാവർക്കുമായി തുറന്നു കിടന്നിരുന്നു. ഒരിക്കലും നോഹ അത് അടച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ അവസാനിച്ചപ്പോൾ ദൈവമാണ് വാതിൽ അടച്ചത്. സ്വർഗത്തിന്റെ കവാടം ഒരു മനുഷ്യനും അടയ്ക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനും തുറക്കാനും പറ്റത്തില്ല. മനുഷ്യന് തുറക്കാൻ പറ്റുന്നതൊക്കെ മനുഷ്യൻ അടയ്ക്കാൻ പറ്റും കേട്ടോ. സ്തോത്രം. നോഹയ്ക്ക് അത് അടയ്ക്കാമായിരുന്നു, പക്ഷെ നോഹയ്ക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ രക്ഷാപദ്ധതി ക്രൂശിൽ കൂടെ, കാൽവരിയിൽ കൂടെ ദൈവം മനുഷ്യന് ഒരുക്കിയിരിക്കുന്ന പാപമോചനമാകുന്ന രക്ഷാപ്രവൃത്തി പദ്ധതി, അത് മനുഷ്യൻ തുറന്ന പദ്ധതിയല്ല, അത് ദൈവം തുറന്നതാണ്. അതാർക്കും തുറക്കാൻ പറ്റത്തില്ല, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആരെയും ആ രക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. സ്വർഗത്തിന്റെ കവാടം, രക്ഷയുടെ കവാടം, ക്രിസ്തുവിലേക്കുള്ള കവാടം സകല മനുഷ്യജാതികൾക്കുമായി തുറന്നിരിക്കുകയാണ്. ദൈവമാണ് അത് തുറന്നത്. എന്നാൽ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളിൽ അവസാനിക്കുമ്പോൾ അത് ദൈവം അടയ്ക്കും. അതുകൊണ്ട് വചനം വിളിച്ചു പറയുന്നു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ശ്വാസം നിലച്ചാൽ പിന്നെ അതിനൊരു അവസരമില്ല. ബുദ്ധിയുള്ള സമയം, ഓർമ്മയുള്ള സമയം, ജീവിച്ചിരിക്കുന്ന സമയം, ഗ്രഹിക്കാൻ കഴിയുന്ന സമയം, അതാണ് അതിൻ്റെ ഏറ്റവും നല്ല സമയം. ഓർമ്മ നഷ്ടപ്പെട്ടാൽ നടക്കില്ല, ജീവനുണ്ടെങ്കിലും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഓർമ്മ നമ്മുടെ കയ്യിലല്ല, ആരോഗ്യം നമ്മുടെ കയ്യിലല്ല, ജീവൻ നമ്മുടെ കയ്യിലല്ല, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഇതെല്ലാം ഉടയവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരുക്കി തന്ന ശ്രേഷ്ഠമായ സമയമാണ്. വാതിലടയ്ക്കുന്നതിന് മുമ്പ് കയറി രക്ഷപ്പെട്ടു. പക്ഷെ നോഹയും കുടുംബവും മാത്രമേ കയറൂ. വാതിലടച്ചു, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർക്കൊക്കെ സുബോധം വന്നത്.
അതുവരെ ആരും അറിഞ്ഞില്ല, ഇപ്പോൾ അറിഞ്ഞു. എന്തറിഞ്ഞു? പോഷകമായതറിഞ്ഞു, മണ്ടത്തരം കാണിച്ചെന്നറിഞ്ഞു, വിശ്വസിക്കേണ്ടപ്പോൾ വിശ്വസിക്കേണ്ടതായിരുന്നു എന്നറിഞ്ഞു, മാനസാന്തരപ്പെടേണ്ടപ്പോൾ മാനസാന്തരപ്പെടേണ്ടതായിരുന്നു എന്നറിഞ്ഞു. അയ്യോ, ഞാനും അതിൽ കയറേണ്ടതായിരുന്നു എന്നറിഞ്ഞു. പക്ഷേ അറിഞ്ഞതുകൊണ്ട് വിശേഷമില്ലല്ലോ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങുകയല്ലേ, കുറച്ചു കഴിഞ്ഞപ്പോൾ താണുപോയില്ലേ. മരണാനന്തരം സുബോധം വന്നിട്ട് യാതൊരു കാര്യവുമില്ല. യേശു കർത്താവ് ഒരു കഥ പറഞ്ഞു, ലാസറിന്റെയും ധനവാന്റെയും. അതിനകത്ത് ധനവാന് സുബോധം വന്നത്, അതായത് വീണ്ടും വിചാരം വന്നത് യാതനാ സ്ഥലത്ത് എത്തിയപ്പോഴാണ്. താൻ പറയുകയാണ്, അയ്യോ ഞാൻ വന്നുപെട്ടല്ലോ, ഇനി രക്ഷപ്പെടാൻ നിവൃത്തിയില്ലല്ലോ, ഞാനോ രക്ഷപ്പെടത്തില്ല, എൻ്റെ 5 സഹോദരന്മാരുണ്ട്, അവരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ. വീണ്ടും വിചാരം, മരണാനന്തരം വന്നിട്ട് കാര്യമില്ല. അടക്കം നല്ലത് കിട്ടി, ശരിയാ. അനുശോചനം പറയാൻ ഒത്തിരി പേരുണ്ടായിരുന്നു, പ്രമുഖന്മാരുണ്ടായിരുന്നു, വലിയ ജനാവലി ഉണ്ടായിരുന്നു, മഞ്ചിന് ചുമന്നുകൊണ്ട് പോകുന്ന കാണാൻ രസമുണ്ടായിരുന്നു. കഴിഞ്ഞിടയിൽ ആരുടെ ഒരു ഞാൻ കേട്ടു, പ്രൈസറോ, അടക്കം കണ്ടപ്പോൾ എനിക്കും കൂടെ മരിക്കണമെന്ന് തോന്നി എന്ന് പറയുന്നത്. കാരണം അത്ര സുന്ദരമായിരുന്നു അവിടുത്തെ അടക്കത്തിൻ്റെ ക്രമീകരണങ്ങളായിരുന്നു. യൂണിഫോം ഇട്ട് പ്രൈസറോ വാദ്യഘോഷങ്ങളോടെ നല്ല പാട്ടുമൊക്കെ പാടി പ്രൈസറോ അടിവെച്ച് ഇതിനൊക്കെ കൊണ്ടുപോകുമ്പോൾ പ്രൈസറോ ഭയങ്കര രസം. എല്ലാം രസമായിരുന്നു ധനവാന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് രസമൊക്കെ മാറിയത്. നരകം ഒരു യാഥാർത്ഥ്യമല്ലായിരുന്നു എങ്കിൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ വരേണ്ടതില്ലായിരുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്നു. കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ എന്റെയും നിങ്ങളുടെയും പാപം ചുമന്നുകൊണ്ട് മരിച്ചതിന്റെ കാരണം നരകം ഒരു യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ട്. അതുകൊണ്ട് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് സുവിശേഷം കേട്ട് കണ്ണം ഹല്ലേലൂയ നല്ല മാർക്കിട്ട് പോകാനുള്ളതല്ല. സുവിശേഷ പ്രസംഗങ്ങൾ കേട്ട് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവി കൊണ്ട് കളയാനുള്ളതല്ല. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ ന്യായവതിയും ഒരു യാഥാർത്ഥ്യമാണ്. ന്യായവതിയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ യേശുവിൽ നാമായേ പറ്റുകയുള്ളൂ. രക്ഷകനോടൊപ്പം അല്ലാതെ ന്യായവിധിയെ അഭിമുഖീകരിക്കുവാൻ ആരും ശക്തരല്ല പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്ത ഒരാൾക്ക് പോലും ആ ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി തുറന്ന ആഹ്വാനം ദൈവം നമുക്ക് തരുന്നു. തുറന്ന ആഹ്വാനം പരിശുദ്ധാത്മാവ് തരുന്നു, നമ്മുടെ കർത്താവ് തരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു, അവൻ നമ്മുടെ രക്ഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇനി വരുന്നത് ന്യായാധിപതിയായിട്ടാണ്, ഇനി വരുന്നത് രാജാവായിട്ടാണ്, ഇനി വരുന്നത് തന്നിൽ വിശ്വസിച്ചവരെ ചേർക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് അവനെ വിശ്വസിക്കാനുള്ള സമയമാണ്, അവനിൽ വിശ്വാസം അർപ്പിക്കാനുള്ള സമയമാണ്, യേശുവിനായി ജീവിതം കൊടുക്കാനുള്ള സമയമാണ്, നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ്, അവന്റെ വരവിനായി ഒരുങ്ങാനുള്ള സമയമാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ ദൈവത്തിന്റെ മക്കള് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഇതൊരുങ്ങുവാനുള്ള ആഹ്വാനമാണ്. ഇന്ന് രാത്രി രക്ഷകന്റെ അടുക്കലേക്കുള്ള ആഹ്വാനമാണ്. നമ്മളെ തന്നെ ശോധന ചെയ്യുവാനുള്ള ആഹ്വാനമാണ്. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാൻ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ നമ്മളെല്ലാവരും ആകരുത്. നമുക്ക് നമ്മുടെ അകത്തളത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ കുറവുകളെ നീക്കി ശുദ്ധീകരിച്ച് നമ്മുടെ ഹാലലിയ കരിന്തിരികളെയൊക്കെ ഒന്ന് മാറ്റി എണ്ണ നിറച്ച് നമുക്ക് ഉണർന്ന് പ്രകാശിക്കുന്നവരായി ഇന്ന് രാത്രി തീരാം. ആ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആര് പറയും, യേശുവിനെ എനിക്ക് വേണം, യേശുവിനായി എനിക്ക് ജീവിക്കണം. ഇനി എനിക്ക് ലഭിക്കുന്ന ഈ ആയുസ്സ് എത്രയെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ യേശുവിനായി ജീവിക്കാം, എന്നെ രക്ഷകനായി ജീവിക്കാം, ഒരു സത്യ ക്രിസ്ത്യാനിയായി ജീവിക്കാം, ഒരു ദൈവ പൈതലായി ഞാൻ ജീവിക്കാം എന്ന് പറയുന്നവർ അവരുടെ വലതുകര നെഞ്ചോട് എടുത്തൊന്ന് വച്ചേ. ഹല്ലേലൂയ. വലതുകര നെഞ്ചത്തോടൊന്ന് എടുത്തു വെച്ചിട്ട് പറഞ്ഞേ, യേശുവേ ഞാൻ നിന്റെ പൈതലായി ജീവിക്കും അപ്പാ, ഞാൻ നിന്റെ പൈതലായി ജീവിക്കും അപ്പാ, എൻ്റെ പാപങ്ങൾ എന്നോട്
ക്ഷമിക്കണേ അപ്പാ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണേ അപ്പാ, എന്നെ ശുദ്ധീകരിക്കണേ അപ്പാ. ഞാൻ നിന്റെ പൈതലായി ജീവിക്കുന്നു. നിന്നെ എൻ്റെ രക്ഷകനും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. നിന്റെ കരത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ തരുന്നു. യേശുവേ, ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച കർത്താവേ, സ്തോത്രം. പിതാവേ, ഇന്ന് രാത്രി അങ്ങനെ തീരുമാനമെടുത്ത ഓരോ മക്കളെ നീ കാണുന്നുണ്ടല്ലോ. സ്വർഗത്തിൽ നിന്ന് അവരെ കടാക്ഷിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ സമാധാനം അവരുടെ ഹൃദയത്തിലേക്ക് പകരണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ശുദ്ധീകരിക്കപ്പെട്ടെന്നുള്ള ബോധ്യത്തോടെ അവരിന്ന് രാത്രി മടങ്ങുവാൻ ഇടയായി തീരണമേ കർത്താവേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി പോകണമേ കർത്താവേ. പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുന്നതിന്റെ കുഞ്ഞുങ്ങൾ വീണ്ടും ശുദ്ധീകരണം പ്രാപിച്ചവരായി മടങ്ങിപ്പോകാൻ സ്വർഗത്തിലെ ദൈവമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഐശ്വര്യമായി എല്ലാവരെയും തൊടണമേ, ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ഓരോ മക്കളും കർത്താവേ, സ്തോത്രം, കൊള്ള കണ്ടുകിട്ടിയവരെ പോലെയുള്ള ആനന്ദത്തിന്റെ അനുഭവത്തോടെ കടന്നു പോകാൻ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള നിശ്ചയത്തോടെയും പ്രത്യാശയുടെ സമൃദ്ധിയോടും കൂടെ പോകാൻ കർത്താവ് ഇടവരുത്തുമാറാകണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രോഗികളായി പ്രശ്നത്തിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള യോഗങ്ങളിൽ പലപ്പോഴും അനേകർ സൗഖ്യം പ്രാപിക്കുകയും അനേകർ വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട്. അനേക ജീവിതങ്ങൾക്കത് വഴിത്തിരിവായി തീരാറുണ്ട്. അനേകരുടെ പ്രശ്നങ്ങൾ, വീർപ്പ് മുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കർത്താവ് കൊടുക്കുന്നത് കാണാറുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പ്രശ്നത്തിൻ്റെ നടുവിലാണോ? ഇന്ന് രാത്രി നിങ്ങൾ കണ്ണുനീരിൻ്റെ താഴ്വരയിലാണോ? ഇന്ന് രാത്രി നിങ്ങൾ രോഗികളോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളാൽ വല്ലാതെ വീർപ്പ് മുട്ടുന്നവരാണോ? ഇന്ന് രാത്രി വിടുവിക്കാൻ കഴിയുന്ന കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കാമോ? ഹല്ലേലൂയ. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് നിലവിളിയോടെ പ്രാർത്ഥിച്ചേ. ആ കരങ്ങൾ, വലത് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിച്ചോട് പറഞ്ഞേ, അപ്പാ, ഞാൻ ഈ കരം നിങ്ങളിലേക്കാണ് ഉയർത്തുന്ന. അപ്പാ, എന്നെ വിടുവിക്കാൻ കഴിയുന്ന, എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, എൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുന്ന എൻ്റെ രക്ഷകനെ അങ്ങയിലേക്ക് ഞാൻ ഉയർത്തുകയാണ്. എന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന അങ്ങയിലേക്ക് സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് അങ്ങയെ നോക്കി നിലവിളിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഇന്ന് രാത്രി ഒരു വിടുതൽ അവിടുന്ന് കൽപ്പിക്കണമേ. സ്വർഗത്തിലെ ദൈവമേ, അധികാരമുള്ളവരെ ഇന്ന് രാത്രി അവിടുന്ന് കൽപ്പിക്കണമേ. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ആ ചെങ്കടൽ രണ്ടായി പിളർന്നതുപോലെ ഇവരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.